ഇന്ന് നമുക്ക് ഒരു എരിശ്ശേരി തയ്യാറാക്കാം. മത്തങ്ങയും വൻപയറും കൂടിയുള്ള ഒരു എരിശ്ശേരിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പയർ 7 മണിക്കൂർ കുതിർത്തി എടുത്തു വെച്ചിരിക്കുന്നതാണ്. 250 ഗ്രാം മത്തങ്ങയും എടുത്തിട്ടുണ്ട്. പയറിന് ഇത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ 2 വിസിൽ വരെ പയർ വേവിച്ചതിന് ശേഷമാണ് മത്തങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ. എരിശ്ശേരി ആയതുകൊണ്ട് കൂടുതൽ വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പയർ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് പയറായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി ഈ മത്തങ്ങയുടെ അകത്തെ കുരുവും അതിൻ്റെ പുറത്തെ കട്ടിയുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പയർ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, മത്തങ്ങ വേകാനുള്ള വെള്ളം കൂടി ഇതിനകത്തുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മത്തങ്ങയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ അരപ്പിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അത് തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ വെറ്റും. പിന്നെ അത് ഇരുന്ന് കഴിയുമ്പോൾ കറി ഒന്നും കൂടെ കുറുകി കിട്ടും. ഇത് നമുക്ക് കറിയിലേക്ക് വറുത്ത് ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ 10 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഉണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് ഇതിലേക്ക് കറിയിലേക്ക് ചേർക്കുന്നത്. ഇത് വറുത്ത് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ചുവന്നുള്ളി കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് നല്ല ചുവക്കെ വറുത്തെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർക്കാം. ചിലർ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാറില്ല, തേങ്ങ മാത്രമേ വറുത്ത് ചേർക്കാറുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ചുവന്നുള്ളി ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ മതി. ചുവന്നുള്ളിയും കൂടി ചേർക്കുമ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചുവപ്പ് കളറായി വരുന്നുണ്ട്. അല്പം കൂടി ഒന്ന് മൂത്തിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പം തേങ്ങ നന്നായിട്ട് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മുടെ എരിശ്ശേരി. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോഴേക്കും ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇപ്പം നമ്മുടെ കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.